ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. പുറത്താണെങ്കിൽ നല്ല മഴയാണ്. ഇപ്പോൾ കണ്ടാൽ വിചാരിക്കും വൈകുന്നേരം ആയതാണെന്ന്. അല്ല കേട്ടോ, ഒരു 11 മണി സമയമാണ് ഇത്. നല്ല ഇരുട് പിടിച്ച് വന്നിട്ടുണ്ട്. കറണ്ടും ഉണ്ടായിരുന്നില്ല. അകമൊക്കെ കണ്ടോ, കണ്ണ് കാണാൻ പാടില്ലായിരുന്നു, അത്രയ്ക്ക് ഇരുടായിരുന്നേ. അപ്പോൾ ഞാൻ ചെറിയൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കാൻ എഴുതി. ഉള്ളി, പച്ചമുളക്, തക്കാളി എല്ലാം മുറിച്ചിട്ട് അതിലേക്ക് മസാലകളൊക്കെ ഇട്ട്, പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ വേവിപ്പിക്കുന്നൊന്നുമില്ല, എല്ലാം ഒരുമിച്ചാണ് ഇടുന്നത്. ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളിയും മസാലപ്പൊടികളും എല്ലാം ഒരുമിച്ചാണ് ഇടുന്നത്. അങ്ങനെ ഒരുമിച്ചിട്ട് നല്ല പോലെ മിക്സാക്കി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ കുഴച്ച് മിക്സാക്കിയതിന് ശേഷം അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ വറുത്ത തേങ്ങയും കൂടി അരച്ചിടുന്നുണ്ട്. അപ്പോൾ വറുത്ത കോഴിക്കറിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ കോഴിക്കറിയും പിന്നെ ഒരു മീൻ കറിയും വെക്കണം, പിന്നെ ഒരു ഉപ്പേരിയും. അതേ ഇന്നുള്ളൂ കേട്ടോ, കാരണം അധികം ഒന്നും ഉണ്ടാക്കാൻ വയ്യ, പച്ചക്കറിയൊന്നും വേറെ വെക്കാനൊന്നും വയ്യ. ഇന്ന് ഇതിനെ കൊണ്ടൊക്കെ ഒപ്പിക്കാമെന്ന് വിചാരിച്ചു. കറണ്ടാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയും വന്നും കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വേഗം തേങ്ങ ചെറുക്കി തേങ്ങ അങ്ങ് അരച്ച് വെച്ചിട്ടോ. മീൻ കറിക്കുള്ള തേങ്ങ വേറെ, അതുപോലെ തന്നെ വറുത്ത തേങ്ങ വേണമെന്ന് പറഞ്ഞില്ല നമ്മൾ. അപ്പോൾ വറുത്ത തേങ്ങ അരച്ചവിടെ വെച്ചിട്ടുണ്ട്. കാരണം കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ ഉണ്ടാവില്ല. അതുകൊണ്ട് ആദ്യം അപ്പണി അവിടെ കഴിച്ചു. തേങ്ങ വറക്കുമ്പോൾ ഞാൻ വെളുത്തുള്ളിയൊക്കെ ഇട്ടുകൊണ്ട് നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു. വെളുത്തുള്ളിയുടെ ഈ ഒരു സ്മെല്ലില്ലേ, ആ സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അടി പിടിക്കാതിരിക്കാൻ അധികം വെള്ളമൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ചിക്കൻ വേവാനുള്ളൊരു വെള്ളം മാത്രമേ വെച്ചിട്ടുള്ളൂ. ഉപ്പുണ്ടോയെന്നൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ആദ്യം ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് കുരുമുളക് പൊടി ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുരുമുളക് പൊടിയും കൂടി ഞാൻ അന്നേരം തന്നെ ഇട്ടിട്ടോ. അങ്ങനെ അത് ഒന്നുകൂടെ മിക്സാക്കി അത് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതും കൂടെ ആയിട്ട് വേണം ഇനി ചോറ് തിന്നാൻ. ഇപ്പോൾ തന്നെ സമയം ഒരു 12-12:30 ആയിട്ടുണ്ട്. ഞങ്ങളിവിടെ സാധാരണ ചോറ് തിന്നാറ് ഒരു 2:30-3 മണിക്കാണ്. എത്ര നേരത്തെ ഫുഡ് ആയിക്കഴിഞ്ഞാലും ഞങ്ങൾ തിന്നാൻ അത്രയും സമയമാവും കേട്ടോ. ഇങ്ങനെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് മെല്ലെ ഒരു 2:30-2:45-3 മണീൻ്റെ അടുപ്പിച്ച് സമയമാക്കും. മഴയായതുകൊണ്ട് പാത്രങ്ങളൊന്നും വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങൾ വെയിലത്തൊക്കെ വെച്ച് പാത്രങ്ങൾ ഉണക്കി എടുത്തിട്ടാണ് ഉള്ളിലേക്ക് കബോർഡിലേക്ക് വെക്കാറ്. ഇതിപ്പോൾ ഇത് ഉണങ്ങാത്തത് കൊണ്ട് ഞങ്ങളിതാ ഈ മേശപ്പുറത്ത് നിറച്ചും വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ടേബിളിൻ്റെ അടിയിലൊരു ഷീറ്റ് വിരിച്ച് അതിൻ്റെ അടിയിലും വെച്ചിട്ടുണ്ട്. ഇത് ഉണങ്ങിയതിന് ശേഷം ഞങ്ങൾ ഓരോ കുപ്പിയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ അടപ്പിട്ടിട്ട് വേറെ കബോർഡിലേക്ക് മാറ്റുകയാണ് ചെയ്യാറ്. അതുപോലെ തന്നെ നമ്മൾ മീൻ വാങ്ങുന്ന സഞ്ചി, പാല് വാങ്ങുന്ന സഞ്ചിയൊക്കെ ഇല്ലേ, ഇതുപോലെ തന്നെ ഞങ്ങൾ കട്ട് ചെയ്തിട്ട് കഴുകിയിട്ട് ഉണക്കിയിട്ടാണ് നമ്മളൊരു കവറിലേക്ക് ഇട്ട് വെക്കാറ്. അതൊന്നും ഇപ്പം നടക്കില്ല, മഴ കാരണം. നമുക്ക് പുറത്തേക്കൊന്നും ഉണക്കാനിടാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ അയലിലേക്ക് ഇട്ട് വെള്ളം ഊറ്റിയതിന് ശേഷം ഞാനിപ്പോൾ ഒരു സഞ്ചിയിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഹരിതകർമ്മസേനയുടെ ആൾക്കാർ വരുമ്പോൾ നമ്മൾ സഞ്ചി കൊടുക്കും കേട്ടോ. അവർക്ക് ഇങ്ങനെ വൃത്തിയാക്കി കൊടുത്താൽ അവർക്ക് സന്തോഷമാണ്, നമുക്ക് സന്തോഷമാണ്. വൃത്തിയില്ലാത്തത് കൊടുക്കുമ്പോൾ നമുക്ക് എന്തോ പോലെയല്ലേ. അച്ഛനാണെങ്കിൽ ഇതാ മഴയത്ത് പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അച്ഛന് കഞ്ഞിവെള്ളം കൊടുക്കുകയാണ്, നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം കൊടുക്കുകയാണ്. വിറക്കുന്നുണ്ട്, നല്ല മഴയല്ല, മഴ തീർത്ത് കൊണ്ടതാണ്. ഞാൻ രാവിലെ അടുക്കളയിലേക്ക് പോയ പോക്കാണ് ഇപ്പോഴാണ് റൂമിലേക്ക് വരുന്നത്. വന്ന പാട് ഞങ്ങളുടെ റൂമിൻ്റെ കോലം കണ്ടോ നിങ്ങൾ. കുട്ടേട്ടനും കുഞ്ഞനുമാണ് ഏറ്റവും ലാസ്റ്റ് എഴുന്നേൽക്കുന്നത്. അവരാണെങ്കിൽ പുതപ്പൊന്നും മടക്കി വെക്കത്തുമില്ല. ഇതിൻ്റെ കോലം കണ്ടിട്ട് എനിക്കുണ്ടല്ലോ ആകെ ദേഷ്യം വരികയാണ്. ഇപ്പം എന്ത് മൊഞ്ചുണ്ട് കാണാൻ, എന്ത് സുഖമുണ്ട് കാണാൻ ഞാൻ വൃത്തിയാക്കിയപ്പോൾ. അപ്പോൾ ഇതാ എൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പരിപാടി ഇതാണ്. വീഡിയോസ് എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റീൽസ് കാണുക, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഫോണിൽ തോണ്ടി നിൽക്കുക, അതാണ് മെയിൻ പരിപാടി. പിന്നെ നിങ്ങൾ ഈ ബെഡ്ഷീറ്റ് കണ്ടോ, അടിപൊളി ബെഡ്ഷീറ്റാണ് ഗൈസ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഇതാ തലാനയ്ക്കൊക്കെ നല്ല വലിപ്പമുണ്ട്, സിബൊക്കെ വരുന്നുണ്ട്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നോ മീഷോയിൽ നിന്നോ മേടിച്ചതാണ്. അച്ഛനും മോനും കൂടെ കട്ടിലേക്ക് കിടന്നിട്ട് എന്തൊക്കെയോ കുശലം പറയുകയാണ്. ഞാനുമായിട്ട് അടി കൂടി പോയതാണ് ലിയൂട്ടൻ. അച്ഛനോട് പരാതി പറയുകയാണ്. ഞാൻ പോയി അവിടെ കിടന്നപ്പോൾ അവന് തീരെ പിടിച്ചില്ല കേട്ടോ. എന്നെ അടിയായിരുന്നു. കുറച്ച് നേരം കയ്യും അവന് ദേഷ്യം പിടിച്ചത് മാറാനായിട്ട്. അമ്മ പോ അമ്മ ഇവിടെ കിടക്കണ്ടെന്നും പറഞ്ഞിട്ടായിരുന്നു ബഹളം. ഞാനാണെങ്കിൽ കരഞ്ഞൊക്കെ നോക്കി, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുട്ടേട്ടൻ്റെ കാലുമ്മലൊന്ന് കിടന്ന് നോക്കി. അതിനാണെ വേറെ എക്സ്ട്രാ അടി എനിക്കുണ്ടായിരുന്നേ. അച്ഛൻ്റെ അടുത്ത് കിടക്കേണ്ട എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞിട്ടുള്ള ബഹളമായിരുന്നു. പിന്നെ ഞാനുണ്ടോ വിട്ടു കൊടുക്കുന്നു. ഞാൻ പിന്നെയും മണ്ടൊക്കെ കയറി കിടന്നു. അവനെ വാശി പിടിപ്പിക്കാൻ ഒരു സുഖമാണല്ലോ. ഇടിയുടെ ശക്തി കൂടിയപ്പോൾ ഞാൻ മെല്ലെ എഴുന്നേറ്റിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പറ്റാ.